ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ പുതിയ കുറച്ച് അതിഥികളെ നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ വാങ്ങിച്ചതാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ നമ്മൾ പുറത്ത് ജസ്റ്റ് മെഡിക്കൽ കോളേജ് വഴി പോയപ്പോൾ ആവണൂർ എത്തിയപ്പോഴാണ് നമ്മൾ കോഴികളെ വിൽക്കുന്നു എന്നുള്ള ഒരു ബോർഡ് കണ്ടത്. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയി നോക്കിയിട്ട് വരാമെന്ന് വെച്ച് പോയതാണ് കേട്ടോ, ഞാനും ഏട്ടനും കൂടിയിട്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾ വീഡിയോ എടുക്കാനുള്ള സെറ്റപ്പോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കാണ്ട് പോയതാണ് കേട്ടോ. അപ്പോഴാണ് എന്നിട്ട് നമ്മൾ ഇവരെ മേടിച്ചത്. എനിക്ക് അവിടെ ചെന്ന് കണ്ടപ്പോൾ ഇവരെ ഭയങ്കര ഇഷ്ടമായിട്ട് മേടിച്ചതാണ് കേട്ടോ. അവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സ്ഥലം കോഴികളും ഉണ്ട്. ഒരു വീട്ടിലാണ് ആ ചേട്ടൻ കോഴികളൊക്കെ വളർത്തുന്നത്. അപ്പൊ എല്ലാ തരം കോഴികളും ഉണ്ട്. ചെറിയ ഒരു 3 മാസം തൊട്ടിട്ടുള്ള കോഴികൾ അവിടെ ഉണ്ട് കേട്ടോ. മുട്ടക്കോഴികളും നാടൻ കോഴികളും ഇനിയിപ്പോൾ ഫാൻസിയാ നമുക്ക് ഏത് ഐറ്റത്തിന് വേണമെച്ചാലും ആ ചേട്ടൻ നമുക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഓൾ കേരള ഡെലിവറി കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾക്ക് ഈ ചേട്ടൻ്റെ ഫോൺ നമ്പർ ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പം നിങ്ങൾ ഫോണിലൂടെ കോൺടാക്ട് ചെയ്താലും മതി. അപ്പം നമ്മൾ മേടിച്ചത് 3 ആളിനെയായിരുന്നു. അപ്പം ഞങ്ങളുടെയിലാണെങ്കിൽ അധികം നമ്മൾ ക്യാഷ് ഒന്നും കയ്യിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ, പ്രതീക്ഷിച്ചിട്ടില്ലല്ലോ പോണത്. അപ്പം നമ്മൾ ആകെ 3 ആളിനെ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇനി നമുക്ക് അവരുടെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് കൊണ്ടിടാം. അപ്പം നമ്മുടെ വീട്ടിലെ ബാക്കി അംഗങ്ങളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ കൂട്ടിൽ ഇനി വെള്ളം മാറ്റിയിട്ട് വേണം നമുക്ക് ഇവരെ ഇടാനായിട്ട്. അപ്പം ഇനിയിപ്പോൾ നമ്മളെല്ലാവരും കൂടിയും ഇടണില്ല കേട്ടോ. ഇനിയിപ്പോൾ അഥവാ എന്തെങ്കിലും അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട് വെച്ചെങ്കിൽ നമ്മുടെ വീട്ടിലെ കോഴികൾക്കും കൂടി അത് പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സെപ്പറേറ്റ് അപ്പുറത്ത് മാറ്റിയിടുന്നത് കേട്ടോ. പിന്നെ കൊത്തുകൂടാനും അങ്ങനെയൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പൊ എന്തിനാ വെറുതെ. അപ്പൊ നമ്മൾ അവളെ മാറ്റിയിട്ട് നമ്മൾ ഇനി പറഞ്ഞ 3 ആളിനെയും ഇതിന്റെ ഉള്ളിലാണ് കേട്ടോ ഇടാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മള് 3 ഐറ്റത്തിനെയാണ് കേട്ടോ മേടിച്ചത്. അതുല്യ, അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമശ്രീ, പിന്നെ നമ്മുടെ നാടൻ കാപ്പിരിപ്പടേനെയും കൂടിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ കാപ്പിരിപ്പടയൊന്നും നമ്മുടെ കയ്യിലില്ല കേട്ടോ. അതുല്യനെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അപ്പൊ കുറെ മുട്ടയിടുന്നാണ് പറഞ്ഞത് കേട്ടോ ചേട്ടൻ. നമ്മുടെ ഗ്രാമശ്രീയും അതുല്യൊന്നും അടയിരിക്കില്ലെങ്കിലും നമ്മുടെ കാപ്പിരിപ്പട അടയിരിക്കണതാണ്. അപ്പൊ ഇനി അതിന് നമുക്ക് അടയൊക്കെ ഇരുത്താം. മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പൊ അവിടുന്ന് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത കാരണം കൊണ്ട് ബോക്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ചേട്ടൻ ജസ്റ്റ് ഒരു ചാക്ക് തന്നു കേട്ടോ. അവർ ഇതിന്റെ കാഷ്ടൊന്ന് നമ്മുടെ വണ്ടിയിലാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ജസ്റ്റ് കാലൊന്ന് കെട്ടിയിട്ടാണ് നമ്മൾ ഇവരിനെ കൊണ്ടുവന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴികളെയൊക്കെ ആവശ്യമുണ്ട്, എന്താ പറയുക, കുഞ്ഞു കോഴികളെ വളർത്താനായിട്ട് ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ മുട്ടയിടാൻ ആയിട്ടുള്ള കോഴികളെ മേടിച്ചാലും മതി കേട്ടോ. മുട്ടയിടുന്ന കോഴികളെയും മുട്ടയിടാറായതാ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം വെച്ചെങ്കിൽ അങ്ങനെ മേടിക്കാവുന്നതാണ്. അപ്പൊ ഞാനിപ്പോൾ അവണൂര് ചെന്നപ്പോൾ നമുക്ക് എന്താ പറയുക പ്രതീക്ഷിക്കാണ്ട് കിട്ടിയ 3 ആൾക്കാരാണ് കേട്ടോ ഇവര്. അപ്പോൾ ദേ നമ്മുടെ അതുല്യാണിത്. നല്ല ഭംഗിയാണ് കേട്ടോ അതുല്യ കോഴീനെ കാണാൻ. നമ്മുടെ കാപ്പിരിപ്പടിയാണെങ്കിൽ മൊത്തം ചിറകുകളൊക്കെ ഇങ്ങനെ ഇതാക്കിയിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ചേട്ടനാണിത്. അപ്പം അപ്പുറത്തെ വീട്ടിലെ ആൻറ്റിയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് അവരുടെയും കൂടി ഒന്ന് ഉൾപ്പെടുത്തിയതാണ് നമ്മുടെ വീഡിയോയിൽ. അപ്പം നമുക്കിനി നേരെ ഇവരുടെ 2 ആളിനെയും കൂടി കൂട്ടിലേക്ക് കൊണ്ടിടാം. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. എന്തൊക്കെ നമ്മൾ മരുന്നുകൾ കൊടുക്കേണ്ടതായാലും നമുക്ക് ഓൾറെഡി അറിയാമെങ്കിൽ പോലും ആ ചേട്ടൻ കാഷ്ടത്തിന്റെ മണം വരാണ്ടിരിക്കാനുള്ളത് അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു കേട്ടോ. അപ്പം ഞാൻ ഈ ചേട്ടൻ്റെ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും കോഴികളെ ആവശ്യമുണ്ടെങ്കിലോ അല്ല ഇനി എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ ഈ ചേട്ടനെ വിളിച്ചോളൂ. അപ്പോൾ പിന്നെ ബിസിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഫോൺ എടുത്തില്ലെങ്കിലും പിന്നീട് ആളെടുത്ത് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇനി നമുക്ക് അവർക്ക് കുറച്ച് വെള്ളം കൂടി വെച്ചു കൊടുക്കാം. അപ്പം ഞാൻ കുറച്ച് 2 ഡ്രോപ്പ് പിമ്മറാള് നമ്മൾ അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത്രയും ദൂരം യാത്ര ചെയ്ത കാരണോണ്ട് ഇനി അവർക്ക് എന്താ പറയുക വേറെ ക്ഷീണമൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ കാപ്പിരിപ്പയുടെ ഇട്ടപ്പോൾ തന്നെ കുറച്ച് തീറ്റയൊക്കെ നമ്മൾ മറ്റേ കോഴിക്ക് ഇട്ട് കൊടുത്തത് കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചൂടായ കാരണം കൊണ്ടാണ് കേട്ടോ എല്ലാ കോഴികളും ഇങ്ങനെ വായി തുറന്ന് നിൽക്കുന്നത്. നല്ല ചൂടല്ലേ, അപ്പം അവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ദേ നമ്മുടെ കോഴിക്കൂട്ടിൽ നിന്ന് ഒരു മുട്ട കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ രാവിലെ കുറച്ച് കോഴികളൊക്കെ മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് 8 കോഴികളാണ് മുട്ടയിടുന്ന കോഴികൾ ഉള്ളത് കേട്ടോ. അതിലിപ്പോ ഒരു കോഴി നമ്മുടെ വയ്യാതെ അതിന് ശേഷം മുട്ടയിട്ട് തുടങ്ങിയിട്ടില്ല. അപ്പൊ നമ്മളെ വൈകുന്നേരം ഇപ്പൊ നമ്മുടെ കോഴികളിനെ കഴിച്ചിട്ടു കേട്ടോ. അയച്ചിട്ട കൂട്ടത്തില് നമ്മുടെ 3 കോഴികളിലും കൂടി അയച്ചിട്ടിട്ടുണ്ട്. അതേ അവര് ഏകദേശം നമ്മുടെ വീടായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ. അതേ ഇവരൊക്കെ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഉണ്ട്, അടുത്തൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴികൾ ഇവരായിട്ട് നല്ല കൂട്ടായിട്ടുണ്ട് കണ്ട. അവർക്ക് വേറെ സ്ഥലം മാറി വന്നതിൻ്റെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ
ചില കോഴികളൊക്കെ ആണെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് ഇടുമ്പോഴേക്കും പറന്നു പോക്ക് ഓടിപ്പോക്കൊക്കെ ആണ് കേട്ടോ. പക്ഷെ ഇവരങ്ങനെയൊന്നല്ല, ഇവര് നമ്മുടെ വീടുമായിട്ട് ഇണങ്ങിയ പോലെ ആയിട്ടുണ്ട്. അയ്യോ ദേ അപ്പതേ നമ്മുടെ കോഴികളെ നോക്കി നിക്കണേന്റെ ഇടയിലാണ് കേട്ടോ നമ്മുടെ ആയുർജാക്കില് ഒരു കുഞ്ഞു ചക്ക വീണിട്ടുണ്ട് കേട്ടോ. നീ കണ്ടില്ലേ, അത്യാവശ്യം വലിപ്പം വന്നിട്ടുള്ളതായിരുന്നു, പക്ഷെ നമ്മുടെ ചക്ക വീണു ഗൈസ്. അപ്പൊ നമ്മുടെ കോഴികള് ചിക്കി മാന്തി നടക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. അപ്പൊ നമ്മുടെ ആയുർജാക്കിലെ കുഞ്ഞൊരു ചക്ക ഉണ്ടായിരുന്നത് താഴെ വീണിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് ഒരെണ്ണം കൂടി ഉള്ളൂ, അത് അത്യാവശ്യം വലിപ്പം വന്നിട്ടുണ്ട്. ഞാൻ ചെരുപ്പൊക്കെ കണ്ണു പറ്റാതിരിക്കാൻ വേണ്ടി കെട്ടി കൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ദേ ഇവിടത്തെ ഒരു അംഗം നിങ്ങക്ക് കാണിച്ചു തരണം ഞാൻ. മൊത്തം എല്ലാവരും ദേ നമ്മുടെ തെങ്ങിന്റെ ചോട്ടില് മാന്തി കിടക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും ഈ തെങ്ങിന് നല്ല ഇപ്പൊ ചൂട് സമയമായി കാരണം കൊണ്ട് നമ്മൾ തെങ്ങിനെ നനയ്ക്കുന്നുണ്ട്. അപ്പൊ നല്ല തണവാണ് കേട്ടോ ഇവിടെ. ഇത് കണ്ടില്ലേ, അപ്പൊ ഇവരിങ്ങനെ മണ്ണിങ്ങനെ എന്താ പറയാ മാന്തി കിടക്കുമ്പോ ഇവർക്ക് നല്ലൊരു തണുപ്പ് കിട്ടുന്നുണ്ട് തോന്നുന്നു. അതേ ഇവരെല്ലാവരും കിടക്കുന്നുണ്ട്, കണ്ടില്ലേ. കുറച്ച് പേര് അങ്ങോട്ട് പോയിണ്ട്, ദേ ഒരാൾ ഇവിടെ ഉണ്ട്. നമ്മുടെ 3 ആള് ഇവര് മാത്രം ഇപ്പൊ ഇങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ. 2 ദിവസം കഴിഞ്ഞ് ഇവരും അവരുടെ കൂടെ സെറ്റായി കളിച്ചോളും, പുറത്തിറങ്ങിക്കോളും. അപ്പൊ നമ്മുടെ അസുഖം വന്ന കോഴി ഇതേനെ ഇപ്പൊ മുട്ടയിടാറില്ല കേട്ടോ. അവൾക്ക് മുട്ടയിടാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പൊ 9 കോഴികളാണ് മുട്ടയിടുന്നത് ഉള്ളത്. പക്ഷെ 8 ആൾക്കാരാണ് ഇപ്പൊ നമുക്ക് ഡെയിലി മുട്ട തരാറുള്ളത് കേട്ടോ. അപ്പൊ മുട്ട നമുക്ക് ചില ദിവസം 8 എണ്ണം കിട്ടും, ചില ദിവസം 7 എണ്ണം അങ്ങനെയൊക്കെ ഇരിക്കും. ഈ ചൂട് സമയമായ കാരണം കൊണ്ട് മുട്ടയ്ക്കൊക്കെ ഇപ്പൊ ഇവര് ഇടല് കുറവാണ്. അപ്പൊ നമ്മൾ ഡെയിലി തണുപ്പുള്ള എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സിന്റെ എന്താ പറയാ, ഞാൻ പറഞ്ഞ പോലെ തണ്ണിമത്തനോ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ മുട്ടയിടല് നന്നായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ ഈ ചൂടിന്റെ തന്നെയാന്ന് തോന്നുന്നു ഇവരൊക്കെ ഇങ്ങനെ വായ പൊളിച്ച് നിൽക്കാണ് കേട്ടോ. അതേ കണ്ടില്ലേ. അപ്പൊ ദേ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ കോഴികളെ വാങ്ങിക്കാൻ ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ ഞാൻ ആ ചേട്ടന്റെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ, ഈ ചേട്ടൻ ഇങ്ങനെ കോഴികളെ വിൽക്കുന്ന ആളാണ്. അപ്പൊ ഡെലിവറി ഉണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ കോഴികളെ വളർത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ വിളിച്ച് സമീപിച്ചോളൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ പ്രതീക്ഷിക്കാണ്ട് നമ്മുടെ വീട്ടിലേക്ക് 3 അതിഥികൾ വന്നതിന്റെ ഹാപ്പിയിലാണ് കേട്ടോ ഞാൻ. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമന്റ് എഴുതാനും കമന്റ് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ കോഴികൾക്ക് റേറ്റ് എത്രയായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുല്യക്കും നമ്മുടെ ഗ്രാമശ്രീക്കും 350 കാപ്പിരിപ്പിടയ്ക്ക് 400 രൂപയാണ് കേട്ടോ റേറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതിലും കുറവില് എവിടെയെങ്കിലും കോഴികളൊക്കെ കിട്ടുവെച്ചെങ്കിലും നമ്മുടെ ഫ്രണ്ട്സ് കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്ത് തരിക. നമ്മുടെ സ്ഥലം തൃശ്ശൂരാണ് കേട്ടോ, തൃശ്ശൂർ പെരാമംഗലത്താണ്. അപ്പൊ ആർക്കെങ്കിലും ഒക്കെ ഈ പരിസരത്ത് ഇങ്ങനെ അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പൊ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.